എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഊട്ടി ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ 3 എപ്പിസോഡ് നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ താഴെ കൊടുക്കാം. നിങ്ങൾ താഴെ കൊടുത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് കയറിയാൽ മതി, നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഏകദേശം നമ്മൾക്ക് 3 ദിവസം എടുത്തിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഊട്ടി കാര്യങ്ങളൊക്കെ പോയത്. അങ്ങനെ ഫൈനലി സക്സസ്ഫുള്ളി നമ്മൾ സേഫായിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണക്കുണ്ടോ ഞാനിത് എത്രാമത്തെ ഇലക്ട്രിക് സൈക്കിളാണ് അൺബോക്സിങ് ചെയ്യണേന്ന്? ആക്ച്വലി എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. സ്ഥിരമായിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇന്ന് ആക്ച്വലി ഇലക്ട്രിക് സൈക്കിൾ, ഈ മോട്ടറാഡിൻ്റെ ഒരു 25,000 രൂപയുടെ ഒരു ഇലക്ട്രിക് സൈക്കിൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ വെല്ലാൻ വേണ്ടിയിട്ട് മോട്ടറിൻ്റെ പവർ കൂട്ടിയിട്ട് ഒരു ഇലക്ട്രിക് സൈക്കിൾ ഇറക്കിയിട്ടുണ്ട്. 91 എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്, പ്ലസ് റിവ്യൂവിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടി വിയിലൊക്കെ കാണുന്നവരൊക്കെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റും ലൈക്കും ഭയങ്കര കുറവാണ്. 25,000 വ്യൂസുള്ള ചില വീഡിയോസിനൊക്കെ 1000-നേക്കാളും താഴെ ലൈക്ക് ആട്ടെ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. സോ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ വരുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞാൽ കുറച്ച് അൺബോക്സിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ. ഇതിന് ഏകദേശം വില തന്നെ ആദ്യം പറയാം കേട്ടോ. ഏകദേശം 26,500 രൂപയാണ് ഇതിൻ്റെ വില വരണത്. 91 എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഇലക്ട്രിക് സൈക്കിളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെഡ് കളറ് ഭയങ്കര രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. റെഡ് കളർ ഇവിടെ ഇല്ല, സ്റ്റോക്ക് ഔട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം അൺബോക്സ് ചെയ്യണത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ സാധനം അൺബോക്സ് ചെയ്തേനെ. സോ ഇത് പയ്യെ നമുക്ക് അൺബോക്സ് ചെയ്യാൻ കഴിച്ചു. ഇതിൻ്റെ കളറൊന്ന് കാണണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ MH ആണ്, ഇതിൻ്റെ പവറാണ്, മോട്ടറിൻ്റെ പവറാണ് ആക്ച്വലി കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. കമ്പയർ ടു ഈ മോട്ടറാഡിൻ്റെ ഓൺലൈനായിട്ട് ഇലക്ട്രിക് സൈക്കിൾ നിങ്ങൾ പർച്ചേസ് ചെയ്യണില്ലേ അതിനെക്കാട്ടും കേട്ടോ. പവർ പൊളിച്ച് നൈസ് കളർ ഗൈസ്, അടിപൊളി കളറ്. ബ്ലൂ, ഇത് ബ്ലൂവും കുഴപ്പമില്ല കേട്ടോ. റെഡാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. റെഡ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാച്ച് എങ്ങനെയുണ്ട് ഗൈസ്? കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ്റെ അല്ല, കസിൻ്റെ അടിച്ചു മാറ്റിയതാണ്. ജി ഷോക്കിൻ്റെ വാച്ച് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ജി ഷോക്കിൻ്റെ മോഡലൊന്നും എനിക്കറിയില്ല. ജി ഷോക്ക് കാസി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വാച്ചിനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്ക് ടു അൺബോക്സിങ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ POV ആയിട്ട് ചെയ്യണത് കേട്ടോ. ഞാൻ ഇപ്പോൾ ചെസ്റ്റ് മൗണ്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ POV ആയിട്ടും ആദ്യമായിട്ടാണ് ചെയ്യണത് നമ്മൾ. അല്ലെങ്കിൽ അനിയനോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ നമുക്ക് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നാരുമില്ല ഗൈസ്, നമ്മൾ ഒറ്റയ്ക്കാണ്. ഇതിൻ്റെ കളറ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മോട്ടറിൻ്റെ പവറാണ്, നേരത്തെ പറഞ്ഞോണം, മോട്ടറിൻ്റെ പവറാണ് കുറച്ചും കൂടി ഒരു ഭംഗി, ഇത് വ്യത്യാസം ആകെക്കൂടിയുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് ആക്ച്വലി ഇതിൻ്റെ ലൈറ്റ്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. സെറ്റ് ഇതാ ഗൈസ്, ഇതാണ് നമ്മുടെ 91ൻ്റെ ZX എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് സൈക്കിൾ വരുന്നത് കേട്ടോ. ഈ മോട്ടറാഡിനെ വെട്ടിക്കാൻ വേണ്ടി ഇറക്കിയതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ടയർ വരുന്നത് 27.5 ആണ്. ഷ്രേഡർ വാൽവാണ്. ഫ്രണ്ടിൽ നമുക്ക് നട്ട് ബോൾട്ടാണ് വരുന്നത് കേട്ടോ. നൈലോണിൻ്റെ ടയറാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നൈലോണിൻ്റെ ടയറാണ്. ഷ്രേഡർ വാൽവ് നമ്മുടെ ബൈക്കിൻ്റെ കടയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എയറും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ടിൽ നമുക്കൊരു ബ്രേക്ക് വരുന്നുണ്ട്. ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇവിടെ നോർമൽ നട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ടിൽ ഷോക്ക് വരുന്നുണ്ട്. ടഫ് ഷോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ആക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഇലക്ട്രിക് സൈക്കിളിൽ നമ്മുടെ തൊട്ട് മുന്നത്തെ ഇതിൽ നോക്കിയാൽ മതി, ആ ഒരു ഫുൾ റിവ്യൂ എടുക്കുന്നുണ്ട്. ആ ഇലക്ട്രിക് സൈക്കിൾ, ഈ മോട്ടറിൻ്റെ ഇലക്ട്രിക് സൈക്കിൾ കാണാത്തതാണ്. 25,000-26,000 രൂപ ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ എന്തുകൊണ്ടും നല്ലതാണ്, ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ്, കേബിൾ മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലൈറ്റിന് ഒരു ഇത് വരുന്നുണ്ട്. അതിൻ്റെ സൈസ് ഇവിടെ എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് കാര്യങ്ങളെല്ലാം നോർമൽ കട്ട് ഓഫും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാറിലാണ് വേറെ പ്രത്യേകത ഉള്ളത് കേട്ടോ. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയൊരു ഇൻഡിക്കേഷനും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നമുക്ക് മുന്നത്തെ ആ ഒരു ഇതിലുള്ള പോലൊക്കെ തന്നെ കേട്ടോ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഫുള്ള് Fഉം E ആണ് ഇൻഡിക്കേഷനായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ഓൺ ചെയ്യാനുള്ളൊരു സ്വിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലൈറ്റ് ഓൺ ചെയ്യാൻ ഇവിടെ ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ
1, 2, 3 എന്നുള്ള ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇൻഡിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് 1, 2, 3. അത് ഗിയറിൻ്റെ ആ ഒരു ഇതാണ്, സ്വിച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇലക്ട്രിക് സൈക്കിളിൽ ഈ മോട്ടറായിട്ടിൻ്റെ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് കാണാറ്. അതല്ല, നമുക്ക് സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നുമില്ല. ഹാൻഡിൽ ബാർ ക്ലീൻ ആണ്. ഇവിടെ മാത്രമേ ഡിസ്പ്ലേ കാര്യങ്ങളുള്ളൂ കേട്ടോ. ഏത് സ്പീഡിലാണ് പോകേണ്ടത് എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു ഹോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഹോൺ ആക്ച്വലി വർക്ക് ചെയ്യണത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. ഹെഡ്ലൈറ്റും ഹോണും സെയിം സംഭവവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹെഡ്ലൈറ്റും ഹോണും വരണത്. അതുപോലെ തന്നെ ഫ്രെയിം നിങ്ങൾ നോക്കട്ടെ. ഫ്രെയിം ആക്ച്വലി ഒരു ലൈക്ക് സ്റ്റീൽ തന്നെയാണ്, സ്റ്റീൽ ഫ്രെയിമാണ്. പക്ഷേ ഇൻറ്റേർണൽ കേബിൾ റൗട്ടിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇൻറ്റേർണൽ കേബിൾ റൗട്ടിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 91ൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പണ്ടത്തെ ബെൻറ്റൻ്റെ ഒരു ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ബെൻറ്റൻ്റെ ഇതിലൊക്കെ കാണില്ലേ, ആ ഒരു കളർ സ്കീമും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എനിക്കെന്തോ അത് ഓർമ്മ വന്നു. 91ൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഇൻറ്റേർണൽ കേബിൾ റൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റീൽ ഫ്രെയിമാണ്. ബാറ്ററി റീചാർജബിൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ്. റിമൂവബിൾ ബാറ്ററിയാണ്. മുന്നത്തെ പോലെ ഇവിടെ അതേ പ്ലഗ് പോയിൻ്റ് കാണാം, ബാറ്ററി കുത്താൻ, അത് കവർ ചെയ്യാനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ച് ബാറ്ററി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും, ബാറ്ററിയിൽ എന്തോരം ചാർജ് കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുള്ളത് നമുക്കിത് വരുന്നുണ്ട്. ബാറ്ററി ആക്ച്വലി 2 വർഷത്തോളം അങ്ങോട്ട് വാറണ്ടി നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ബാറ്ററി 2 വർഷം വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് 1000 ഡിസ്ചാർജാണ്, 1000 ഡിസ്ചാർജ് സൈക്കിൾസ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ. റീചാർജ് ചെയ്യാൻ പറ്റണതും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ കാര്യങ്ങൾ അടുത്ത് പറയുകയാണെങ്കിൽ, ഫ്രണ്ടിൽ വേറെ സ്പീഡും കാര്യങ്ങളൊന്നുമില്ല. ഒരു സിംഗിൾ സ്പീഡാണ്, ഒറ്റ സ്പീഡാണല്ലോ. ഫ്രണ്ടിൽ വേറെ ഗിയറും കാര്യങ്ങളൊന്നുമില്ല. ഇതാ ഒരു സിംഗിൾ സ്പീഡാണ്. 91ൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വരുമ്പോൾ ക്ലാൻ 91 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് മോട്ടറും കാര്യങ്ങളൊക്കെ വരണത് കേട്ടോ. മോട്ടറും കാര്യങ്ങളൊക്കെ വരണത്. അതുപോലെ തന്നെ സിംഗിൾ സ്പീഡ് ആയതുകൊണ്ട് അവിടെയും വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇവിടെ 91ൻ്റെ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷ്രാഡർ വാൽവ് ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മഡ് ഗാർഡ് ഇൻക്ലൂഡഡ് ആണ്. 26,500 ആ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇതൊക്കെ ഷോപ്പിൽ കിട്ടുന്ന സൈക്കിളുകളാണ് കേട്ടോ. ഓൺലൈനിൽ സൈക്കിൾ വാങ്ങാൻ കുറേ പേർക്ക് ചെറിയൊരു പേടി ഉണ്ടാവും. പക്ഷേ ഓൺലൈനിലും വാങ്ങാം, ഏത് സൈക്കിളും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിലോ മെയിലിലോ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ അവരുടെ കസ്റ്റമർ കെയർ നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ ഞാൻ കസ്റ്റമർ കെയർ നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ സൈക്കിൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഒരു ഹൈവേയിലാണ് ചെയ്യണത്. സൗണ്ട് എന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് പറഞ്ഞോളൂ. സോ നമുക്ക് ഇതൊന്ന് ഓടിച്ച് നോക്കി നോക്കാം കേട്ടോ. ഇനി ഓടിച്ചിട്ട് എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ ഞാനിതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കി നോക്കാം. സോ നമ്മളിവിടെ ഇത് ബാറ്ററി ഓൺ ചെയ്തു, ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇതിൽ 3 മോഡുണ്ട്. ഏറ്റവും കൂടുതൽ മോഡിലാണ് ഇട്ട് ചവിട്ടി നോക്കിയാട്ടാ മാൻ. ശരി കേട്ടോ, അതിനെക്കാട്ട് കുറച്ചുകൂടിയും പുള്ളിങ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇതിൻ്റെ ബാറ്ററി ആക്ച്വലി 1000 ഡിസ്ചാർജ് സൈക്കിള് ചെയ്യാൻ പറ്റും. എന്തായാലും 1000 വട്ടം ചാർജ് കഴിഞ്ഞ് റീചാർജ് ചെയ്ത് പോകാൻ പറ്റും. ഇതാ ബ്രേക്ക് പിടിച്ചു, എല്ലാം കട്ട് ഓഫാണ് കേട്ടോ, എല്ലാം കട്ട് ഓഫാണ്. ഇതാ ഇപ്പം 91ൻ്റെ ZX ഈ പറഞ്ഞ മോഡൽസിൻ്റെ ബാറ്ററി വരണത് 7.8 ആണ് കേട്ടോ. 7.8 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ മോട്ടറാഡിൻ്റെ X1 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഈ മോട്ടറാഡിൻ്റെ X1 നിങ്ങൾക്ക് 25-26 ഈ സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടും. അതിൻ്റെ വരണത് നിങ്ങൾക്ക് 7.65 ആണ് കേട്ടോ. 7.65 ആണ് ബാറ്ററി വരണത് ഈ മോട്ടറാഡിൻ്റെ. ഇതിൻ്റെ വരണത് 7.8 ആണ് കേട്ടോ വരണത്, ബാറ്ററി പവറും കാര്യങ്ങളൊക്കെ വരണത്. അപ്പോൾ അത് നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഹ്യൂജ് ആയിട്ടുള്ള വ്യത്യാസമല്ല, എന്നാലും അത്യാവശ്യത്തിന് ഒരു വ്യത്യാസം കാട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇടവഴിയിലേക്ക് കയറാം. ഇടവഴിയാണ് എപ്പോഴും ബെറ്റർ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ആക്ച്വലി ഈ ഒരു സൈക്കിളിന് നമുക്ക് പെഡൽ അസിസ്റ്റൻ്റ് ആണ് വരുന്നത്. പെഡൽ അസിസ്റ്റൻറ്റിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റേഞ്ച് കിട്ടുക കേട്ടോ. അത് ഈ മോട്ടറാഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതിൻ്റെ പെഡൽ അസിസ്റ്റൻറ്റ് 3 മോഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 3 മോഡിൽ നമുക്ക് വരണത് മൂന്നാമത്തെ മോഡ് ഇടുകയാണെങ്കിൽ 42 കിലോമീറ്ററാണ് പെഡൽ അസിസ്റ്റൻറ്റ് കിട്ടുക കേട്ടോ. മൂന്നാമത്തെ മോഡിൽ 42 കിലോമീറ്റർ പെഡൽ അസിസ്റ്റൻറ്റ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ മോഡ് ഇടുകയാണെങ്കിൽ 3 മോഡുണ്ട്. അതിൽ ഒന്നാമത്തെ മോഡിൽ 42, മൂന്നാമത്തെ മോഡിൽ 35 കിലോമീറ്ററാണ് കിട്ടുക പെഡൽ അസിസ്റ്റൻറ്റ് ദേവി. അതുപോലെ തന്നെ ഏറ്റവും
ഏറ്റവും ടോപ്പ് സ്പീഡ് മൂന്നാമത്തെ മോഡിലാണെങ്കിൽ ഏറ്റവും ടോപ്പിലിടാണെങ്കിൽ നിങ്ങൾക്ക് 27 കിലോമീറ്റർ ആണ് നിങ്ങൾക്ക് കിട്ടട്ടെ. പവർ കൂടും തോറും കിലോമീറ്റർ കുറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒന്നിൽ പെഡൽ അസിസ്റ്റൻ്റ് ഇടാണെങ്കിൽ നിങ്ങൾക്ക് 42ഉം അതുപോലെ തന്നെ 2-ലിടാണെങ്കിൽ 35 കിലോമീറ്ററും അതുപോലെ തന്നെ 3-ലിടാണെങ്കിൽ 27 കിലോമീറ്ററാണ് കിട്ടാട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ത്രോട്ടിൽ മാത്രമാണ് അങ്ങനെ തന്നെ പോവാല്ലേ. ത്രോട്ടിൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ റൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യുന്നില്ല, എഫേർട്ട് എടുക്കുന്നില്ല. ഇത് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് 22 കൂടി പോയി കഴിഞ്ഞാൽ 25 കിട്ടുള്ളൂ കേട്ടോ മാക്സിമം സ്പീഡ്. അതുപോലെ തന്നെ ഇതിന് വാറണ്ടി പറയുന്നുണ്ട്. ബാറ്ററി പാക്കിനും കാര്യങ്ങൾക്കൊക്കെ 2 കൊല്ലം വാറണ്ടിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു 91 എന്ന് പറഞ്ഞുള്ള ബ്രാൻഡ്. നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒരു തുമ്പ് വരെ ഇവിടെ വരെ മഴയില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് നല്ല മഴയാണ് കേട്ടോ. ഡിഫറൻസ് നിങ്ങൾ നോക്കൂ, അവിടെ മഴയില്ല, ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് യൂ ടേൺ എടുക്കാൻ വഴിയില്ല, അപ്പോൾ ഇത് പൊക്കി പിടിച്ചിട്ട് ക്രോസ് ചെയ്യാം കേട്ടോ. എന്തായാലും അവിടെ മഴയുണ്ട്, ഇവിടെ മഴയില്ല. ഇവിടെ മഴയുണ്ട്, അവിടെ മഴയില്ല. ഗൈസ് നമുക്ക് ഇപ്പുറത്തേ കൂടെ കിടക്കാം കേട്ടോ. അയ്യോ ഇവിടെ തോടാണോ? അയ്യോ ഗൈസ് ഇവിടെ തോടാണല്ലോ. അപ്പുറത്തേ കൂടെ കിടക്കാം. ഗൈസ് ഇത് പണിയാട്ടാ. ദൈവമേ, ഹൈവേയുടെ നടുവിൽ കുടുങ്ങി ഗൈസ് നമ്മൾ. എൻ്റെ പൊന്ന് പണിയാണ് ഗൈസ്. ഞാനാ ഇത് കണ്ടില്ല കേട്ടോ. ഇവിടെ കിടക്കാനൊരു പാലുണ്ട്. ദൈവമേ, ഞാൻ വിചാരിച്ചു പെട്ടു എന്ന് വിചാരിച്ചു കേട്ടോ. ഗൈസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഓൺ ആവും മോട്ടറേ, കമോൺ. യെസ്, അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പെഡൽ അസിസ്റ്റൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 42-45 വരെ മാക്സിമം റൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ത്രോട്ടിൽ മാത്രം കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ 22-25 ആ റേഞ്ചിലാണ് കൊടുക്കാൻ കിട്ടുള്ളൂ കേട്ടോ. ഗൈസ് പയ്യെ നമുക്ക് നയാരയുടെ പമ്പിലേക്ക് കയറ്റാം കേട്ടോ. പമ്പിലേക്ക് കയറ്റാം, അല്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ്. നല്ല മഴ. അതുപോലെ തന്നെ നിങ്ങൾ ഈ സൈക്കിൾ വാങ്ങുകയാണെങ്കിൽ പിന്നെ വേറെ ഉപകാരങ്ങളുള്ളത് 25,000, 26,500 ആ റേഞ്ചിലാണ് വരുന്നത്. ഈ കൃത്യമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ 25-26 അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് പറയണത്. വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഷോപ്പിൽ നിന്ന് കിട്ടും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. ഓൺലൈൻ വാങ്ങണത് നല്ലതല്ല എന്നല്ല ഞാൻ പറയണത്. ചിലവർക്കെങ്കിലും പേടിയുണ്ടാവും കേട്ടോ ഓൺലൈനിൽ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഷോപ്പിൽ കിട്ടും കേട്ടോ, കമ്പയർ ടു ഈ മോട്ടറാഡിൻ്റെ സൈക്കിൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ട ഫ്രണ്ടിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു കിടിലൻ ലൈറ്റ് തന്നെയാണ്, അത്യാവശ്യത്തിന് പ്രകാശം. ഇപ്പോൾ ഞാൻ മോർണിംഗ് ആണ്, ലൈറ്റ് രാത്രിയിലേക്ക് ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഇത് നമുക്ക് ഡബിൾ പർപ്പസാണ് കേട്ടോ. ലൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹോണും ഉണ്ട് കേട്ടോ. ഒരുമിച്ചുള്ള ഒരു മിശ്രിതമാണ് ഈ സാധനം വരുന്നത്. കണ്ടോ, ഹോണും വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നത് വേറെ ബെനിഫിറ്റ് ഉള്ളത്, വേറെ പ്രത്യേകിച്ചാണ് ബെനിഫിറ്റ് എന്ന് പറയാനില്ല കേട്ടോ. മെയിനായിട്ട് ഈ സംഭവം കാര്യങ്ങളൊക്കെയാണ്. ഇത് മാത്രമാണ് ബെനിഫിറ്റായിട്ട് ഈ മോട്ടറായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടണത് ആ കൂടുതലൊരു ബെനിഫിറ്റ്. അത് അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ മോട്ടറിൻ്റെ ചെറിയൊരു വ്യത്യാസമാണ്. നിങ്ങൾക്ക് മോട്ടറിന് കുറച്ചുകൂടി പവർ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് നേരത്തെ പറഞ്ഞില്ലേ, ഇലക്ട്രിക് സൈക്കിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഈ സാധനം ഷോപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങാൻ പറ്റും. മറ്റത് ഓൺലൈനായിട്ട് വാങ്ങണം, നമുക്കൊരു ഡയറക്റ്റ് ബന്ധം ഉണ്ടാവില്ല ഒറ്റ ആൾക്കാരായിട്ടും. പക്ഷേ സർവീസ് ചെയ്യാൻ എല്ലായിടത്തും സർവീസിങ് ഒക്കെ സെയിമാണ് കേട്ടോ. എല്ലായിടത്തും സുഖമായിട്ട് സർവീസ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓൺലൈനിലും എടുക്കാം, ഓഫ്ലൈനായിട്ടും സൈക്കിൾ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞോണം നയാരയുടെ പമ്പിൽ കയറിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നല്ല മഴ പെയ്ത കാരണം പെട്ട് നിൽക്കാണ്ട്. ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കൊണ്ടു കൊടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകതകൾ. അപ്പോൾ നമുക്ക് ഹൈവേയിലേക്ക് ഇനി പയ്യെ എടുക്കാം കേട്ടോ, മഴയൊന്ന് മാറട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഓൺലൈനാണോ ഓഫ്ലൈൻ ആയിട്ടാണോ നിങ്ങൾ സൈക്കിൾ വാങ്ങാൻ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. 26,000 രൂപയ്ക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഒരു ലൈറ്റ്, ഒരു ഹോൺ, അതുപോലെ തന്നെ മോട്ടറിൻ്റെ ചെറിയൊരു കൂടുതൽ പെർഫോമൻസ്, ഞാൻ പറഞ്ഞില്ല ഇത്ര ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ, 2% വ്യത്യാസം കൂടുതൽ വരുന്നുള്ളൂ ഈ ഒരു സൈക്കിളിന്. നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏത് സൈക്കിൾ എടുക്കും, ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ സൈക്കിൾ എടുക്കുക, ഈ സൈക്കിൾ ഇഷ്ടമായോ എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കിൾ എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്തിട്ടുണ്ട്. ഞാൻ സൈക്കിൾ റെഡിയാക്കി തരുന്നതാണ്. സ്റ്റേ ട്യൂൺ ഗൈസ്. അടുത്ത ഒരു കിടിലൻ വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.